പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാദത്തിനിടയ്ക്ക് ഒരു കാര്യം ആക്സിസ് ബാങ്ക് അവരുടെ അക്കൗണ്ടുകളിലെ എല്ലാ പണവും EDക്ക് കൈമാറി എന്നൊരു പരാമർശം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അതിനെക്കുറിച്ചുള്ള വാസ്തവം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നമുക്കറിയാം, ED 2024 ജനുവരി 24 ഇവരുടെ ഓഫീസും വീടും പരിശോധിച്ച് അവിടെയുള്ള രേഖകൾ പിടിച്ചെടുക്കുകയും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം തന്നെ ഫ്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നടപടി ഈ കമ്പനി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ ചോദ്യം ചെയ്യുകയും അവിടെ അവർ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്രീസ് ചെയ്ത നടപടി ശരിവെക്കുന്ന കാര്യമാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രതാപിനെ അറസ്റ്റ് ചെയ്യുകയും ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ EDയുടെ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിർദ്ദേശം അനുസരിച്ച് ചില ബാങ്കുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ എമൗണ്ടുകളുടെ അക്കൗണ്ടുകൾ ട്രഷറിയല്ല SBIയിലേക്ക് മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ മാറ്റുന്ന ആ ഒരു കാര്യത്തിലാണ് ആക്സിസ് ബാങ്കും അവരുടെ പക്കലുണ്ടായിരുന്ന 6ഓളം അക്കൗണ്ടുകളുടെ എമൗണ്ട് EDയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ഇവരുടെ അറ്റാച്ച് ചെയ്ത നടപടി ശരിവച്ചിരുന്നത് ജൂലൈ മാസത്തിലാണ്, 2024 ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ബഡ്സിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് ശരിവെക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് നടപടി EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ED ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുത്തു ഈ അക്കൗണ്ടുകളൊക്കെ EDയുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായ നടപടിയാണ്. പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് EDയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നുള്ളത് അതൊരു സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ്. ബൈ.